ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് അടിയേറ്റ് കിടക്കുമ്പോൾ അതുവഴി ഒരു പുരോഹിതൻ കടന്നു വന്നു. അവനെ കണ്ടിട്ട് കാണാതെ കടന്നുപോയി. അതുവഴി മറ്റൊരു ലേവ്യൻ കടന്നു വന്നു. അവനും ആ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ട് കാണാത്തവനെ പോലെ കടന്നുപോയി. മൂന്നാമത് ഒരു ശമരിയക്കാരൻ വന്നു. അടിയേറ്റ് മുറിവേറ്റ് കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് അടുത്ത് ചെന്ന് അവന് വേണ്ട ചികിത്സ കൊടുത്ത് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ വാഹനത്തിൽ ആ മനുഷ്യനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി വേണ്ട ചികിത്സ നൽകി. വഴിയമ്പലക്കാരന് വേണ്ട പണം കൊടുത്തിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഈ ശമരിയക്കാരൻ, ഞാൻ മടങ്ങി വരുമ്പോൾ അധികം എന്തെങ്കിലും ആയാൽ ഞാൻ തന്നുകൊള്ളാം. ഒരു പുരോഹിതൻ കടന്നുപോയി, ഒരു ലേവ്യനും കടന്നുപോയി. ലേവ്യൻ പുരോഹിത പാരമ്പര്യമുള്ളവനാണ്. അവരാരും അടിപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ ചികിത്സിക്കുവാൻ അവനോട് കരുണ തോന്നാതെ, അവനോട് ദയ തോന്നാതെ, അവനോട് മനസ്സലിയാതെ മാറിക്കടന്നു പോയെങ്കിൽ ഒരു ശമരിയക്കാരന് അവനോട് കരുണ തോന്നി. ഈ ശമരിയക്കാരൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഈ ശമരിയക്കാരൻ മടങ്ങി വരുമ്പോൾ അവന് വേണ്ടത് അധികം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതും നൽകിക്കൊള്ളാം. ഒരു ആത്മീയ ദൂത് എന്ന് പറയുന്നത് നല്ല ശമരിയക്കാരനായ കർത്താവ് പാപത്താൽ പിടിക്കപ്പെട്ട് മുറിവേറ്റ മനുഷ്യന് തൻ്റെ മരണം കൊണ്ട് ഒരു വിടുതൽ നൽകിയിരിക്കുക. ആ കർത്താവ് മരിച്ചടക്കപ്പെടുകയല്ല, ആ നല്ല ശമരിയക്കാരൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇനി ആ നല്ല ശമരിയക്കാരൻ മടങ്ങി വരാൻ പോവുകയാണ്. പാപത്തിൻ്റെ മുറിവിൽ നിന്ന് രക്ഷിച്ച ആ രക്ഷകൻ്റെ മടങ്ങി വരവിൽ പാപത്തിൽ നിന്ന് സ്വതന്ത്രം പ്രാപിച്ച തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. അവൻ്റെ മടങ്ങി വരവിൽ അത് ലഭ്യമാണ്. അതിനുവേണ്ടി വിശുദ്ധിയോടെ വേർപാടോടെ ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.